എന്താണ് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ അന്ന് ഇലക്ഷന് നിൽക്കുമ്പോഴും പറഞ്ഞ കാര്യങ്ങളും പ്രതികരിച്ച രീതികളും തന്നെയാണ് ഒരു അണുവിട വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുന്നത്. ഇലക്ഷന് മുമ്പും വ്യക്തമാക്കിയതാണ് മുഖം, ഭാവം, രൂപം എല്ലാം. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അഴിമതിയേക്കാൾ വെറുക്കുന്നത് പ്രീണനമാണ്. പ്രീണനം തുലയട്ടെ എന്ന് പറയുന്നതിനകത്ത് മതേതരത്തിന് ഏറ്റവും വലിയ ആദരവർപ്പിക്കുന്നത് ആ തീരുമാനത്തിൽ എത്തുന്നതോടെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് 3 നേരം ചോറുണ്ടിട്ട് കാര്യമില്ല, അരിയാഹാരം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോ പ്രബുദ്ധരായ ജനതയല്ല വേണ്ടത്, ബുദ്ധിയുള്ള യുക്തിപൂർവം തീരുമാനങ്ങളിലേക്ക് മാറുന്ന, അത് ചാട്ടവല്ല. ഈ ലോകം നമ്മളുടേതാണ്, ഈ രാജ്യം നമ്മുടേതാണ്, ആരുടെയുമല്ല, നമ്മുടേതാണ്. ആ രാജ്യത്തിനും ആ രാജ്യം വഴി ലോകത്തിനും എത്തേണ്ട നന്മയുടെ തോത്, അളവ്, വലിപ്പം, അതിൻ്റെ ആഴം, ഘനം, ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന് യോജിച്ച രീതിയിലാവണം. അതുകൊണ്ടാണ് ഒരാൾ അവിടെ 3ാം തവണയും കയറിയിരിക്കുന്നത്. ഒരടിമത്തവും ഇല്ലാത്ത കാലത്താണ് കയറിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവും, അത് പക്ഷെ അടിമത്തത്തിന്റെ കാലത്തായിരുന്നു അല്ലെ. ആദ്യത്തെ അവസരം മുതൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പക്ഷെ രാഷ്ട്രീയമായി പോവും, അതിലേക്ക് അതെന്റെ ഉദ്ദേശവുമല്ല. അപ്പൊ ആ രീതിയിൽ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അന്ന് തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ പറഞ്ഞിരുന്നു, തമിഴ്നാടും എൻ്റെ കരുതലുള്ള പ്രദേശമായി ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും, അതായത് ഒരു ജീവിതം മുന്നോട്ട് എവിടെ എങ്ങനെ പോകുന്ന നിശ്ചയമില്ലാത്ത, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ നിൽക്കുമ്പോൾ, ഏതാണ്ട് 23 വയസ്സ് PG കഴിഞ്ഞ് ചെന്നൈയിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാണ് അച്ഛൻ. ആ അച്ഛൻ്റെ സുഹൃത്ത് വലയം സിനിമയിൽ ഇത് മുഴുവൻ ഉപയോഗിച്ച് എല്ലാവരുടെയും പിന്നാലെ നടന്ന് അച്ഛൻ അറിയാതെ തുടങ്ങിയത് പിന്നെ അച്ഛനെ പിന്തുണയ്ക്കേണ്ടി വന്നു, അച്ഛൻ്റെ ഇഷ്ടത്തോടെയല്ല. പക്ഷെ അവിടെ അച്ഛനോടും അമ്മയോടും ഉള്ള എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എന്നെ ഭീതിപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഇതില്ലെങ്കിൽ ഇനി ജീവൻ ഒടുക്കുക എന്ന് പറയുന്ന നിശ്ചയമായിരുന്നെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഒരുപാട് തവണ മനസ്സിനേറ്റ് അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും അച്ഛന് ഒരുപാട് ബാധ്യത ഉള്ള ആൾക്കാരാണ്, അച്ഛനോട് ബാധ്യതയുള്ള ആൾക്കാരാണ്. സഹായിക്കാതെയും വേദനിപ്പിക്കുകയും കൂടെ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് സംഗീതാത്മകമായ നിദ്ര സമ്മാനിച്ച് പട്ടണമേതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇളയരാജയുടെയും MS വിശ്വനാഥൻ്റെയും രാമമൂർത്തിയുടെയും വാലി, വൈരമുത്തു, അതുപോലെ കണ്ണദാസൻ, MGR, ശിവാജി ഗണേശൻ, മുത്തുരാമൻ, AVM രാജൻ, ജയലളിത, സരോജാദേവി, വൈജയന്തിമാല, അങ്ങനെ താരങ്ങളുടെയും സംഗീതജ്ഞരുടെയും ഗായകരെന്ന് പറഞ്ഞാൽ TM സൗന്ദരരാജൻ തുടങ്ങിയുള്ളവരുടെ ഗാനങ്ങൾ വരെ ഓരോ മുഹൂർത്തത്തിനും വേദനയിൽ മുങ്ങി നിൽക്കുമ്പോൾ TM സൗന്ദരരാജൻ്റെയും അതുപോലെ തന്നെ ശിവാജി ഗണേശൻ്റെയൊക്കെ പാശമലർ പോലെയുള്ള സിനിമകളിലേക്ക് ഗാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി മഥിക്കാൻ വേണ്ടി, ആ പാട്ടുകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് മുറിയിലുണ്ടായിരുന്ന ചെറിയൊരു പാട്ട് പെട്ടിയിലൂടെ കേട്ട, അന്നത്തെ ടേപ്പ് റെക്കോർഡറാണ്, കാസറ്റ് ഇട്ട്, അല്ലെങ്കിൽ അതിനകത്ത് റേഡിയോ കിട്ടും. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ സംഗീതത്തിന് വലിയ പ്രാമുഖ്യമാണ്. ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവർ ഏറ്റവും, ഒരു ഹോട്ടലിൽ ചെന്നാലും ന്യൂസല്ല വെക്കുന്നത്, പാട്ടുകളാണ്. അതിനകത്ത് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അതോ അന്ത പറവൈ പോലെ പാട വേണ്ടും, ഇതോ എന്ത അലകൾ പോലെ ആട വേണ്ടും, ഒരേ വാനിലെ
ഒരേ വെണ്ണിലെ ഒരേ വാനിലെ ഒരേ മണ്ണിലെ ഒരേ ഗീതം ഉരിമൈ ഗീതം പാടുവോം. അത് ജീവിതത്തിലേക്ക് ചേരുന്ന, ജീവിതത്തിനോട് ഒട്ടി നിൽക്കുന്ന, ജീവിതം ഒരിക്കലും നിരസിക്കേണ്ടി വരാത്ത യഥാർത്ഥ കമ്മ്യൂണിസം ഓതുന്ന പാട്ടാണത്. അപ്പൊ ഇളയരാജയുടെ ഗാനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സംഗീത സാന്ദ്രമായ നിദ്രയിലേക്ക് എല്ലാ വേദനയിൽ നിന്നും പറിച്ചെടുത്തു കൊണ്ടുപോയി പാടി ഉറക്കിയിരിക്കുന്ന പട്ടണം ഏതെന്ന് ചോദിച്ചാൽ അതും അച്ഛനും അമ്മയും ഇല്ല അടുത്ത്. അല്ലെങ്കിൽ ഒന്ന് ചെന്ന് അമ്മയുടെ കക്ഷത്തോട് ചേർന്ന് നിന്ന് ആ ഗന്ധം നുകർന്ന് അമ്മയൊന്നിങ്ങനെ തലയിൽ തടവുമ്പം എല്ലാ വേദനയും പോയി. അച്ഛൻ വന്നിട്ട് എന്താ മോനെ എന്ന് ചോദിച്ച് ഒന്ന് പിടിച്ചൊന്ന് നെഞ്ചത്തേക്ക് ചേർക്കുമ്പോൾ എല്ലാ വേദനയും പോയി. അവരാരും ഇല്ല. കൂടുതൽ കാര്യങ്ങൾക്കും തല്ലുകൂടുന്ന സഹോദരന്മാര് പോലും രാത്രി കിടന്ന് ഒരു മെത്തേ കിടന്ന് ഉറങ്ങുമ്പോൾ കാലെടുത്ത് നെഞ്ചത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന ഉറങ്ങുന്നു. അതുമില്ല. ഉണർന്നത് മുഴുവൻ, തലോടിയത് മുഴുവൻ സാന്ത്വനമേകി നല്ല സാന്ദ്രമായ നിദ്രയിലേക്ക് തള്ളിവിട്ടത് മുഴുവൻ ഇളയരാജയുടെയൊക്കെ പാട്ടുകളാണ്. അപ്പൊ ആ ചെന്നൈ ഉൾക്കൊള്ളുന്ന സിനിമാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പട്ടണം എന്ന നിലയ്ക്ക് വർണ്ണശബളതയിൽ മാത്രം നമ്മൾ പല വലിയ സെലിബ്രിറ്റീസിന്റെയും ജീവിതം കണ്ടിട്ടുള്ളതിന് പശ്ചാത്തലമൊരുക്കിയ പട്ടണത്തിൽ വേദന. 10 പേരാണ് രക്ഷപ്പെട്ടതെങ്കിൽ 1000 പേരാണ് ഇപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൂടുന്നത്. അങ്ങനെ ഒരു കാലമുണ്ട്. കോടമ്പാക്കം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ അല്ല, വേദനയുടെ തെരുവുകളായി. ആ പട്ടണം ഉൾക്കൊള്ളുന്ന തമിഴ്നാടെന്ന് പറയുന്നത് എന്നും വികാരമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എനിക്ക് തമിഴാണ് കൂടുതൽ ഇഷ്ടം. തമിഴില് എന്താ, തമിഴ് ഭാഷയിലൊരു സ്നേഹമുണ്ട്. തമിഴ് ഭാഷ പറയുമ്പോൾ രൂക്ഷത എന്ന് പറയുന്നത് അതില് എനിക്ക് കെട്ട കോപം വരും. അങ്ങനെ പറഞ്ഞാലും അതിനകത്തൊരു മധുരമുണ്ട് അല്ലേ? എന്താണ് തേൻ കിനീത എന്ന് പറയും തമിഴ് വാക്കുകൾ. അതുകൊണ്ടാണ് പലരും അതിന് സെൻ തമിഴ് എന്ന് പറയും, തെൻ തമിഴ് എന്ന് പറയും, തേൻ തമിഴ്, ഇനിയ തമിഴ് എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തമിഴ്നാടും എൻ്റെ കരുതലിൽ. ഒരു കാര്യം പറയുന്നതിന് വേണ്ടി എത്ര ചുറ്റിത്തിരിയേണ്ടി വന്നു അല്ലേ? പക്ഷെ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവിത മാർഗം കണ്ടെത്തുന്നതിന് എന്ത് പഠിപ്പ് പഠിച്ചാലും നമുക്കൊരു ജീവിത മാർഗം ശക്തമായി നമ്മളെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരുന്ന പെൺകുട്ടിയായാലും ഒരു പെൺകുട്ടി ജീവിതം സമ്മാനിക്കുന്ന പുരുഷനായാലും ശരി തന്നെ താങ്ങും തണലുമാവണം അങ്ങോട്ടും ഇങ്ങോട്ടും. പണ്ടാണ് പറഞ്ഞിരുന്നത് ആരാന്റെ ചോറെന്ന്. ഇപ്പൊ ആരാന്റെ ചോറില്ല, അവനവന്റെ ചോറാണ്. അപ്പൊ എല്ലാവർക്കും തുല്യമായ പങ്കുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജീവിതം മെനയാൻ വേണ്ടി അങ്കലാപ്പോടെ കാത്തു നിൽക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ വാക്കുകൾ വലിയ ആത്മവിശ്വാസം പകരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സംഗമമായിരിക്കണം ഇത്. അതല്ല ഇതുകൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഭയപ്പെടുന്നവർ ഇതിനെ ചിത്രീകരിക്കാനും ഇതിനെ വക്രീകരിക്കാനും ഇതിനെ വഴിതിരിച്ചുവിടാനും അവരുടെ ചില ആൾക്കാരെ തന്നെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് നാട്ടിയതുമാണ്. ഒരു പക്ഷേ ഇതിന് എവിടെയെങ്കിലും കളങ്കമേറ്റിട്ടുണ്ടെങ്കിൽ ആ കളങ്കം കൊണ്ടുവന്നവരാരെന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തി സ്വന്തം ഉയിരിനോട് മാപ്പ് പറയാം. ഇല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തെ ചവിട്ടിയതിനും നിന്ദിച്ചതിനും തുല്യമാണ്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. ഞാൻ പറ്റുന്നത് ശ്രമിക്കാമെന്നെങ്കിലും പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്കറിയാം. പറ്റാത്തത് അവിടെ രാഷ്ട്രീയം കാണിച്ച് ഇളിച്ചു കാണിക്കാൻ അവർ അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പറ്റുന്നതേ പറയാവൂ. ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്ത് ഇന്നവൻ ഉറങ്ങിക്കോട്ടെ, നാളെ അത് നടക്കില്ല എന്ന് വരുമ്പോൾ അവൻ ദുരന്തത്തിൽ മുങ്ങിത്താണ്. പറ്റില്ല, ഞാനത് ചെയ്യില്ല, ഇനിയും ചെയ്യില്ല. അതുകൊണ്ട് ഇത് വ്യക്തിപരമായ ഒരു ചെറിയ നേട്ടത്തിന് പോലുമുള്ള സ്ഥലമല്ല. വ്യക്തിപരമായ നേട്ടം പോലും സംവിധാനത്തിന് കീഴിൽ വരുന്നതായിരിക്കണം. ഞാൻ സംവിധാനത്തിന് കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു കസേരയിലിരിക്കുന്ന ആളാണ്. അതൊന്ന്.
വോട്ടെന്ന് പറയുന്ന ഉത്തരവാദിത്വം തൃശ്ശൂരിൻ്റെതാണെങ്കിലും ആ തൃശ്ശൂരുകാരെന്നെ ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരുടെ എണ്ണം നമുക്ക് ഒരു ഭൂരിപക്ഷത്തിലും കുറിച്ചെടുക്കാൻ സാധിക്കില്ല. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ അമ്പലത്തിലെ പൂജ, അവിടെ എത്ര റെസീറ്റ് എൻ്റെ പേരിൽ എഴുതി ആ കുറ്റിയിൽ എൻ്റെ പേരും എൻ്റെ നക്ഷത്രവും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് അന്വേഷിക്കണം. എനിക്കറിയാം. അപ്പൊ ആ പ്രാർത്ഥനയും കൂടി ഫലമാണ്. വോട്ടിനെ സംബന്ധിച്ച് ഞാൻ ഒന്നും പറയില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറയും. അത് ശിരസ വഹിച്ചേ നമുക്ക് പറ്റും. അതിനെയും ചോദ്യം ചെയ്യും, തകർക്കും എന്ന് വന്നാൽ അവിടെയാണ് നമ്മൾ പറയുന്നത് സെഡിഷൻ. അത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. നമുക്കിവിടെ കള്ളവോട്ട് ചെയ്യിച്ചതിന് വലിയൊരു പ്രധാനമന്ത്രിയെ ശിക്ഷിച്ചതിന് ചരിത്രമുണ്ട് നമുക്കിവിടെ. ഇതങ്ങനെ ഒന്ന് ശിക്ഷിപ്പിക്കട്ടെ, വെല്ലുവിളിക്കാൻ ശിക്ഷിപ്പിക്കണ്ടേ? അതല്ലേ അവരുടെ ചുമതല. അല്ലാതെ ചുമ്മാ CI അടുത്ത് പോയി മൊഴി കൊടുക്കുക, കമ്മീഷണർ അടുത്ത് പോയി മൊഴി കൊടുക്കുക, എന്നിട്ട് കമ്മീഷണർ അതിൻ്റെ ന്യായം പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല, ഞാൻ കോടതിയിൽ പോകും. അപ്പോഴും കമ്മീഷണർ പറയും, നിങ്ങൾ പോകേണ്ടത് കോടതിയിലല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ പോയി അവിടുത്തെ എക്സ് ഫോം ഒപ്പിട്ട് കൊടുക്കുക. ഇതാരോടൊക്കെ പറഞ്ഞു? അപ്പൊ ജനങ്ങളെ സംശയത്തിന്റെ ആഴക്കടലിൽ തള്ളിയിട്ട് നിങ്ങൾ ഒരിക്കലും കരകയറി വരരുത്. ഇതിനെല്ലാമുള്ള തീർന്ന ഒരു പരിഹാരമാണ് SIR. ആ SIR ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെയും മുക്കിലും കോണിലും വരും. സത്യസന്ധത ജയിക്കാനുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ആണ് SIR. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അടുത്ത ഏപ്രിൽ മെയ്യിലാണ്. ഇതിന് ക്യാപ്സ്യൂളോൾസ് ഒക്കെ ഇപ്പൊ ഇറങ്ങും കേട്ടോ. ചില കുടലിൽ പോലും ദഹിക്കാത്ത, ഡിയോഡിനം വിടും, ദഹിക്കാത്ത ഈ അവശിഷ്ടങ്ങളിൽ പോലും ദഹിക്കാത്ത ചില നുണകളുമായിട്ട് ഇപ്പൊ അവര് വരും. ഇതിനുള്ള അന്യായ ന്യായം പറച്ചിലുമായിട്ട് ബീഹാറികൾ ഒരുപാട് വിടും. ഞാൻ അങ്ങനെ ഒരു പ്രദേശത്തിനെ അവഹേളിച്ച് പറയുകയല്ല. അതൊക്കെ ചില പാർട്ടി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അവരിവിടെ 30 വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവങ്ങളുടെ പേരിൽ വോട്ട് ചെയ്ത് ജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇത് മുഴുവൻ തിരിച്ചു തരുന്നു ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കുടുംബം വിറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോവൂ. അപ്പൊ അതിന് ഇനി അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടാണ്. CCTV ക്യാമറകൾ വെക്കുന്നുണ്ട്, വോട്ടേഴ്സ് ID വരുന്നു, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇതെല്ലാം അതിനുള്ള പ്രതിമാർഗം കണ്ടതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തൊഴിലാളികൾക്കെല്ലാം വേറെ ചില ഇൻസേർട്ടുകളൊക്കെ അവരുടെ പേരിന് മുമ്പ്, അവരുടെ സംഘത്തിന് മുമ്പ്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സംഘത്തിന് മുമ്പ് ചേർത്തതിൻ്റെ ഒക്കെ ഉദ്ദേശം അതാണ്. അപ്പൊ ഇവിടെ അടുത്ത മെയിൽ നടക്കുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അവർക്ക് ബീഹാറിൽ വോട്ടുണ്ടെങ്കിൽ അവരിപ്രാവശ്യം അവിടെ പോയി വോട്ട് ചെയ്യട്ടെ. പക്ഷെ ഇൻഡെലിബിൾ ഇൻകെന്ന് പറയുന്നത് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് മാഞ്ഞു പോകും. 6 മാസം കഴിഞ്ഞ് ഇവിടെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് അവർ ഇവിടെ വോട്ട് ചെയ്താൽ അവർ നമ്മുടെ നിശ്ചയത്തെയാണ് അതിന് ബോംബ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആണോ ആണെന്ന് തോന്നുന്നുണ്ടോ? സംഘം ചേർന്ന് പറയണം, അവര് നിൽക്കുക അഫിഡവിറ്റിന് വേണ്ടി. അങ്ങനല്ലേ? അവര് ബീഹാറിൽ മാത്രം വോട്ട് ചെയ്താൽ മതി. ബംഗാളിലും ഉണ്ട് ഇതേ പ്രശ്നം. ബംഗാളില് പല ഫേസിലായിട്ടാണ് നമുക്ക്, ബംഗാളിന്റെ കൂടാണ് കേരളത്തിലെയും ഇലക്ഷൻ വരുന്നത്. പല ഫേസിലാണ് ഇത് നടക്കുക. 10,000 രൂപയുടെ ഒരു ടിക്കറ്റ് സ്പോൺസർ ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇന്നിവിടെ വോട്ട് ചെയ്യുന്നു. ബംഗാളിലെ അവരുടെ മണ്ഡലത്തിലെ വോട്ട് എന്താണോ അന്നത്തേക്ക് ഇവിടുന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് ഇവിടെ വോട്ട് ചെയ്യിച്ചിട്ട് 10 മണിയുടെ ഫ്ലൈറ്റ് കയറ്റി അയക്കും. അവിടെ 5 മണിക്ക് മുമ്പ് ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിക്കും. അപ്പോ നിയമസഭയുടെ ലിസ്റ്റ് അല്ല ലോക്സഭയുടെ ലിസ്റ്റ്. ലോക്സഭ ഒറ്റ സ്പാനിലാണ്. ഇതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് 1 നേഷൻ 1 ഇലക്ഷൻ.
നമ്മുടെ ഒരു സമ്പദ്ഘടന ഒരൊറ്റ ദിവസം ഈ പറയുന്ന 700 ചില്ലുവാനും ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതിയിൽ സജ്ജമാകാനുള്ള ആയുധവൽക്കരണം എന്ന് പറഞ്ഞ പോലീസ്, ബാക്കി സംവിധാനം, ഇത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ പ്യൂരിഫൈഡ് ആണ്. പിന്നെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻസ് ആണ്. അത്രയും ലഭ്യത വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇന്ന് ഈ 12 സഭകളിലും സംഗമങ്ങളിലും പറയാത്ത കാര്യമാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാനും ഓരോ സംഗമം കഴിയുമ്പോഴും ഞാനും പഠിക്കുകയാണ്. അപ്പൊ ഇതുകൂടി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സെന്നോട് തോന്നി. ആരും എന്നെ ഈ ജോലി ഏൽപ്പിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ചിന്തയിൽ ഉദിച്ച് ആ ചിന്ത അതിന് വഴി കണ്ടെത്തുന്നതിന് എൻ്റെ പാർട്ടിയിലെ പ്രവർത്തകർ, ഉത്തരവാദപ്പെട്ട പൊസിഷനുകളിലിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് അടക്കം 30 ജില്ലാ പ്രസിഡന്റുമാര് ഇതിൻ്റെ ചുക്കാൻ പിടിക്കും. ഓരോ പ്രദേശത്തും എനിക്ക് ഓരോ ജില്ലയിലും ഒരു വേദിയെങ്കിലും ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ. ഇത് ഇത്രയും ചെയ്താൽ പിന്നെ ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് നമ്മുടെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ എന്ത് ജനാധിപത്യ പുനഃസംവിധാനം നിങ്ങൾ അവലംബിക്കണമെന്ന് കൂടി സൂചന നിങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങളിലുണ്ടാവും. വികസനം വേണം. ആ വികസനത്തിലേക്ക് തടസ്സം നിൽക്കുന്ന സംവിധാനത്തിലെ പോരായ്മകളുണ്ട്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എത്രമാത്രമാണ് ഇതിന് ദ്രോഹം ചെയ്യുന്നത്. ഇപ്പൊ എയിംസിന്റെ കാര്യം 2015 27 എയിംസ് കൂടി ഇന്ത്യയിൽ വരും. 28 അന്ന് 29 സംസ്ഥാനമാണ്. നമുക്ക് 2-3 എയിംസ് അന്നുണ്ട്. അന്ന് 29 സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ 28 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറികളുമാണ്. അത് ദാമൻ, ദിയു, നാഗർ ഹവേലി എന്ന് പറയുന്നത് ഒന്നാക്കുകയും ചെയ്തു. പക്ഷെ ലഡാക്കും വന്നു, കശ്മീറും വന്നു. അപ്പോ ഇത്രയും എയിംസ് വരുമോ എന്നറിയത്തില്ല. ഇപ്പോ 23 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ബാക്കി 5 നമ്മളുണ്ട്. വാക്ക് തരിക. ഞാനത് നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നല്ലതുപോലെ ടൈറ്റ് ക്ലോസിൽ ഒപ്പിച്ചു വെച്ചെടുത്തോളൂ. ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട്, അതാണ് കണ്ടീഷൻ. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. ഒരുപാട് പേര് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളണം. കറക്റ്റ് ചെയ്യാണ് ഞാൻ, തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കുകയല്ല. 2016 മുതൽ രാജ്യസഭയുടെ ഫ്ലോറിൽ നിന്നുകൊണ്ട് അഡ്ജേൺ ചെയ്ത സമയത്ത്, വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തിനെ ഇറക്കി വിട്ട് അഡ്ജേൺ ചെയ്ത സമയത്ത് നഡ്ഡാജിയോട് പറഞ്ഞ 19 ഇലക്ഷൻ വരെ നഡ്ഡാജിയായിരുന്നു ആരോഗ്യമന്ത്രി. ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ ആലപ്പിയില്ല എന്നാണ് നഡ്ഡാജി പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ എൻ്റെ മകനുമായി വേണം, മകനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. ഗൂഗിൾ അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചത്, സ്ഥലവും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഒരു ഹെലികോപ്റ്റർ ഒന്ന് വാടകയ്ക്കെടുത്ത് മുഖ്യമന്ത്രി എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഉദയ സ്റ്റുഡിയോ നിൽക്കുന്ന ആ സ്ട്രെച്ചിൽ മണൽക്കാടുകളാണ്, കൈതക്കാടുകൾ ഉണ്ടാക്കുന്ന, ആ ജലക്കെട്ട് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അറിയാമല്ലോ. ഇത് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് സ്പേസ് നമ്മൾ പുതുതായി നിർമ്മിച്ച് അവിടുത്തെ ആവാസം ഷിഫ്റ്റ് ചെയ്താൽ നമുക്കൊരു 300 ഏക്കർ ഇവിടെ കിട്ടും. ബാക്കി 300 ഏക്കർ കൂടി സർക്കാർ സമാഹരിച്ചാൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് ഇന്ന് 0 ആണ്. ആലപ്പുഴയിലെ റെന്റൽ എത്രയാണ്? അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മൂല്യം എത്രയാണ്? നമുക്ക് ആലപ്പുഴ ജില്ലയും കൂടി ഏറ്റവും വലിയ ജില്ലയാണ്. ജനസാന്ദ്രത മലപ്പുറത്താണ്, പക്ഷെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ്.
എന്താണ് ആലപ്പുഴയുടെ ഒരു അവസ്ഥ? ഈ കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നശിപ്പിച്ച ഒരു ജില്ലയാണ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? വെനസ് ഓഫ് ദി ഈസ്റ്റ്. ഇന്ന് വെനസിന് പകരം ഏത് വാക്കാ അവിടെ ഇടണ്ടത്? ഉയർപ്പ് വേണ്ടേ? കേരളത്തിലെ 14ാമത്തെ ജില്ലയാണെന്ന് പോലും പറയാനുള്ള യോഗ്യത നമ്മൾ അതിന് വളർച്ചയിലൂടെ നൽകിയില്ല. ഒരു എയിംസ് വരുന്നതോടുകൂടി ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴ ഈ പറഞ്ഞ പ്രദേശത്തുനിന്ന് എസൽപുരം, മുഹമ്മ, അവിടുന്ന് വൈക്കം കായലിന് കുറുകെ ഒരു 4 വരി ബ്രിഡ്ജ് വരുമെങ്കിൽ കുമരകത്തെ ടൂറിസം വലുതാവും. അവിടുന്ന് കോട്ടയം വന്നാൽ കോട്ടയത്ത് നിന്ന് മുണ്ടക്കയം, കുട്ടിക്കാനം, വണ്ടിപ്പെരിയാർ, കമ്പം, തേനി, മധുരൈ 3.5 മണിക്കൂർ കൊണ്ട് മധുരയിൽ നിന്ന് എയിംസിലെത്താൻ പറ്റും. എയിംസിലെത്താൻ വേണ്ടി മാത്രമാണോ ഇത് നിർമ്മിക്കപ്പെടുന്നത്? വികസനം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താണ് നൽകൽ, അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നതാണ് വർഷിക്കപ്പെടാൻ പോകുന്നത്. ഇത് തന്നെയാണ് മനസ്സിലുള്ളത്. ഒരു 50 ഫ്ലാറ്റുകളെങ്കിലും അവിടെ വരും. കാരണം ഇത്രയും വരുമ്പോഴേക്കും ഇവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഹോം സ്റ്റേ ഫെസിലിറ്റീസ് എല്ലാം ഇപ്പം അവിടെ കിടക്കുന്ന പല വീടുകളുടെയും പായൽ കെട്ടി പൊളിഞ്ഞു വീടാറായി നിൽക്കുന്ന വീടുകൾക്ക് 20 ലക്ഷം രൂപ മുദ്രാ ലോണാണ്. ഓരോ അച്ഛനും അമ്മയും ആ ലോൺ എടുത്ത് ആ വീടിന്റെ കൂടെ ഒരു 2-3 ബെഡ്റൂം പണിതാൽ ഹോം സ്റ്റേസ് വലുതാണ്. ടൂറിസത്തിന് ഇത് ഓഫ് സീസണിൽ ഉപയോഗിക്കാൻ പറ്റും. ഏത് വിദ്യാഭ്യാസത്തിന് ഹോളിഡേയ്സ് ഉള്ള കാലഘട്ടങ്ങളിൽ ടൂറിസം സീസൺ ആണെങ്കിൽ ഓഫ് സീസണായി പ്രഖ്യാപിച്ച് ടൂറിസത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടനാടിന്റെ സീ ലെവലിന് താഴെ നിൽക്കുന്ന നമ്മുടെ റൈസ് ബോൾ, കുട്ടനാട്ടില് കൃഷിക്ക് വേറെ പലതരത്തിലുള്ള, ഇന്ന് നമുക്ക് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നതാണ് മറ്റെല്ലാ രാജ്യങ്ങളിലും. ഇന്ത്യയിൽ അത് വളരെ വ്യാപൃതമായി വന്നിട്ടില്ല. മൈക്രോ ഗ്രീൻസ്, അതിൻ്റെ ഒരു കൃഷി ഉൽപാദനം എന്ന് പറയുന്നതൊക്കെ കുമരകത്തെ മണ്ണ് അതിന് വളരെ ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലെ മണ്ണ് വെള്ളം നീങ്ങി അതിൻ്റെ നീര് വറ്റാതെ ആ മണ്ണ് അതിന് ഉപയോഗപ്രദമാണ്. അപ്പോൾ ഒരു എയിംസ് വരുന്നതോടുകൂടി കേരളത്തിന്റെ തലയിലെടുത്ത് ആലപ്പുഴയിലൂടെ ഗണ്യമായ രീതിയിൽ വർണ്ണശബളമാക്കാൻ നമുക്ക് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജന്മം കൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിനും നൽകാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ടായിരിക്കും, ഒരു പുണ്യമായിരിക്കും ആ ശ്രമം, അതിൻ്റെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്വാർത്ഥത എന്തായാലും ഉണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സ്കൂളുകൾ, എത്ര MGM സ്കൂളുകളുണ്ട് അവിടെ? മിസ്സസ് വർക്കിയുടെ ജെംസിന്റെ പല സ്ഥലത്തും ഉണ്ട്. എന്താണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ അല്ലേ കൊച്ചിയില്? ഇതിന്റെ എല്ലാം ബ്രാഞ്ചസ് വന്ന കൊച്ചിക്ക് ഭയങ്കരമായ ഈസിങ് കിട്ടും. ഇപ്പൊ ശ്വാസം മുട്ടുകയാണ് കൊച്ചിക്ക്. ഒരുപാട് പദ്ധതികൾ അവിടെ വന്നതിന്റെ പേരിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥിതിയെ, ഓക്സിജൻ അവൈലബിലിറ്റി വരെ അവർക്കതൊരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ചേർത്തലയും ആലപ്പുഴയും കായംകുളം വരെ ഉദ്ധരിക്കപ്പെടും. പിന്നെ അത് കൊല്ലത്തിന്റെ ബാധ്യതയാണ് അത്രയും വളർന്നു വന്ന് കൊച്ചിയിലേക്ക് കണക്ട് ആകുക. നമ്മുടെ ഒരു ഇന്റേണൽ കമേഴ്ഷ്യൽ ഇക്കണോമിക് സോഷ്യൽ കോറിഡോർ എന്ന് പറയുന്നത് സാധ്യമാണ്. അപ്പൊ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ഒറ്റ കോറിഡോറിന് കീഴിൽ വരും. അതിന് തിരുവനന്തപുരത്ത് പോകാൻ കിട്ടിയിരിക്കുന്ന അനുഗ്രഹം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്തിന് വേണ്ടി 97 മുതൽ പദയാത്രയും കടലിൽ ബോട്ട് ചങ്ങല തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സമര പോരാളിയാണ് ഞാൻ. ഈ പറയുന്ന മഹാന്മാർ ആരും ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ലീനും സൂര്യ TV ഉണ്ടായിരുന്നു അണിയറ, അതിന്റെ ലീനും ആ ഇലിയാസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. അവരാണ് നയിച്ചത് തന്നെ. ഇതൊന്നും ആർക്കും അറിയത്തില്ല. കപ്പം വാങ്ങി ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തവരെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതൊന്നും സാരമില്ല. നമുക്കത് വിഴിഞ്ഞം കേരളത്തിനല്ല ഇന്ത്യക്ക് അനുഗ്രഹമാണ്. പല രാജ്യങ്ങൾക്കും വിഴിഞ്ഞത്തിന്റെ സൗകര്യം എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾക്കും അനുഗ്രഹമാണ്. ആർക്കത്
അവരെ നിഗ്രഹിക്കും എന്ന് തോന്നിയോ ആ രാജ്യങ്ങളെല്ലാം നമുക്കെതിരിൽ നിന്നിട്ടുണ്ട് വിഴിഞ്ഞത്തിനെതിരെ. അത് വിജയിച്ചില്ല, ഭാരത ജനത വിജയിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഏതാണ്ട് അരമണിക്കൂർ ഞാൻ തന്നെ സംസാരിച്ചു അല്ലേ, 25 മിനിറ്റ്. ഇനി നിങ്ങളുടെ ഊഴമാണ് ഉള്ളത്. തുറന്നു പറഞ്ഞാൽ അത് പരദൂഷണമാവും. എന്നാ അങ്ങനെ ഒരു ഐറ്റം പറയാം. ബിന്ദു ടീച്ചർ MLA ആയിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലെ ജനറൽ ആശുപത്രി 4 നില പണിഞ്ഞിട്ടു. ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നില്ല, രോഗികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന്റെ 4ാമത്തെ നില തീർക്കാനുള്ള പണമില്ല. അത് BJPയുടെ MP-യും മന്ത്രിയും ആ 1 കോടി രൂപ തന്റെ മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഓഫീസിൽ നിന്നുള്ള പെട്രോളിയം PSU വഴി ആ 1 കോടി എത്തിച്ചു കൊടുത്ത് തീർക്കേണ്ടി വന്നു. അത് നേട്ടമല്ല, ഒരു കോട്ടം നികത്തിയതാണ്. ഇതെങ്ങനെ പരദൂഷണമാവും? വ്യക്തമാക്കണ്ടേ? ഒരു മന്ത്രിയല്ല, വ്യക്തമാക്കട്ടെ എന്താണ് പരദൂഷണം. പിന്നെ ഒരു വേറെ അപകടകരമായ ഒരു കാര്യം പറഞ്ഞു, കോടതി പോയാൽ അവിടെ തെളിയിക്കേണ്ടി വരും. പക്ഷെ ഞാൻ ആർക്കെതിരെയും കോടതി പോയിട്ടില്ല. കാരണം എനിക്കെതിരെ ഒരുപാട് കാര്യത്തിന് കോടതിയിൽ എല്ലാവരും പോകുന്നു. അത് ഒരു വിജയചിഹ്നമാണ്. കോടതിക്ക് അറിയാം എന്ത് തീരുമാനം എടുക്കണം. 8 വർഷമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല സർക്കാരിന്, കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചില റെയ്ഡുകളും നടക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കോണം, ആരെയൊക്കെ രക്ഷിച്ചു നിർത്തുന്നു, ആരെ പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. അവർ 8 വർഷമായാലും അതിൽ നിന്ന് ഊരാൻ പാടില്ല. MP-മാരുടെ കേസുകൾ 2 വർഷം കൊണ്ട് തീർപ്പാക്കണമെന്നും നിയമമുണ്ട്. ഇതൊക്കെ ജനാധിപത്യ അന്യായമാണ്. ആര് ചോദ്യം ചെയ്യും? ഞാൻ ചോദ്യം ചെയ്യില്ല. ഞാൻ നിയമത്തിന്റെ വഴിയെ എന്ന് വിചാരിക്കുന്നത് നിയമത്തിന്റെ വഴിയെ. അങ്ങനെ പോട്ടെ, 8 അല്ല 16 വർഷമായാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ഊഴമാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കില് കൊല്ലപ്പള്ളി ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഒരു നിവേദനം തന്നായിരുന്നു. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീരകർഷകരെ കൊണ്ട് ഉൾപ്പെടുത്തി ക്ഷീരകർഷകർക്ക് വരുന്ന സാമ്പത്തിക സഹായം തന്ന് ക്ഷീരകർഷകരെ ഒന്ന് ഉദ്ധരിപ്പിക്കാൻ സാർ ശ്രമിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ക്ഷീരകർഷകർ ഇന്ന് ഈ മേഖലയിൽ വളരെ ദുരിതത്തിലാണ്. ഈ ക്ഷീരകർഷകരെ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് രാജിവെറ്റ് അല്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരും. അവർക്കൊരു സഹായമാകും. പിന്നെ ക്ഷീരകർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലും കടബാധ്യതയിലും നിന്ന് നെട്ടം കൊണ്ട് ഓടുകയാണ്. നമ്മുടെ കേരളത്തിലേക്ക് പാല് വരുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയാണ്. നല്ല പാലല്ല ഇവിടെ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളും ഗർഭിണികളും സഹോദരികളും എല്ലാം കുടിക്കുന്ന ഈ വിഷം ചേർന്ന പാലുകളാണ്. അപ്പം നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തുകയും ചെയ്യും. ഈ നാട്ടിലെ ഈ മലയോര മേഖലയിലുള്ള ഈ കർഷകർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഈ ക്ഷീര കർഷകരെ കൊണ്ട് തൊഴിലുറപ്പിൽ പെടുത്തണമെന്നാണ് ഈ മീനച്ചി താലൂക്കിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. ക്ഷീര കർഷകർ എന്ന് തന്നെയല്ലേ പറഞ്ഞ? ക്ഷീരം, കന്നുകാലി അല്ലേ? അല്ല, ഞാനത് ചീര, കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളും കുറെ പുരുഷന്മാരും ചീര കൃഷിയിൽ പങ്കെടുക്കുന്നുണ്ട്. പല പാഴായി കിടക്കുന്ന ഭൂമിയിലും ചെന്ന് തെങ്ങും തടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അവർ ആ വീട്ടുകാരോട് പറയും, ഈ തെങ്ങും തടം ഞങ്ങളൊന്ന് വൃത്തിയാക്കി ഇത്തിരി ചീര വിത്ത് പാകിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരത് മാർക്കറ്റിലെത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന സർക്കാരിൻ്റെ വഴിയുള്ള ഹോർട്ടിക്കൾച്ചറിൽ ഇത് തന്നെയല്ലേ പച്ചക്കറികളും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ വിൽക്കുന്നുണ്ട്. നല്ല പച്ചക്കറിയാണ്, ചാണകപ്പൊടി മാത്രമാണ്, എല്ലും പൊടിയൊക്കെയാണ്. അതുപോലെ കോഴിയുടെ അവശിഷ്ടവും ആടിൻ്റെ അവശിഷ്ടവും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം എനിക്ക് അക്ഷരം ഒരു ചെറിയ ഉറപ്പ് വരുത്തേണ്ടതുണ്ടായിരുന്നു. ഇത് മൻരേഗ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനകത്ത് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശ സബലീകരണത്തിന് വേണ്ടി ഏതൊക്കെ വിഭാഗങ്ങളെ ഇതിൽ പെടുത്താം. അപകടരഹിതമായിട്ട് ജനജീവിതം ഗ്രാമപ്രദേശങ്ങളിൽ നിലനിർത്തുക എന്ന് പറഞ്ഞ പുല്ലും
വലിയ കുറ്റിച്ചെടികളുമായിട്ടൊക്കെ റോഡ് സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പാങ്ങില്ലാത്തവർക്ക് അതിനകത്തുള്ള ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ഇതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രദേശവും ഭംഗിയായിട്ടും ശുദ്ധമായിട്ടും വെക്കുക. അതുവഴി വലിയൊരു അസംഘടിത വിഭാഗത്തിന് ഒരു നിത്യ വരുമാനം അത് 100 ദിവസമായി ക്രമപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കിട്ടുന്നത് 360 രൂപയാണ്. ആ 360 രൂപ കൊണ്ട് ഒരമ്മയ്ക്ക് വീട്ടില് അടുക്കള എത്ര ദിവസം നീക്കാൻ കഴിയും? കാരണം ആ അമ്മ ബെവറേജിൽ കൊണ്ടുപോയി കാശ് കൊടുത്താൽ നിൽക്കത്തില്ല, ഭർത്താവിനും കൊടുക്കത്തില്ല കൊണ്ടുപോയി നശിപ്പിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ ചെന്ന് ചേരുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ആ കാശ് എത്രമാത്രം ഉപകരിക്കും? 100 ഗുണം 3 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരുപാട് വരുമാനം ഇങ്ങനെയുള്ള പ്രവർത്തകർക്ക് പല വഴിക്ക് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 360 അല്ല, ഞാൻ 1000 രൂപ തരാം, എൻ്റെ പറമ്പ് കയറി വൃത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെ ആ പണിയിൽ നിന്ന് പറഞ്ഞയക്കും. എനിക്കെന്നും പണി കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊക്കെ ചില ആൾക്കാർ പണി ഒപ്പിച്ച് അതുമൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല വരുമാന മാർഗമുണ്ട്. അവരെ സംബന്ധിച്ച് സമയത്തെ കുറിച്ച് മാത്രമാണ് അവരൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 4 മണിക്കേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്തണം എന്ന്. അന്നേരം പിന്നെ നമുക്കിത് രാവിലത്തെ സമയക്രമീകരണമൊക്കെ നേരത്തെ ഇത് ഗവൺമെൻറ് എക്സ്ചക്കറിൽ നിന്നുള്ള പണമല്ലേ, നമുക്കതിന് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണ്ടേ. ഇത്ര കാശ് ചിലവാക്കുമ്പോൾ ഇത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടായി എന്നൊക്കെ ഓഡിറ്റ് ഉള്ളതല്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ സംവിധാനം അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. ക്ഷീര കർഷകർക്ക് സ്റ്റേറ്റിൻ്റെ വക ഒരു ക്ഷീര വകുപ്പുണ്ട്, അതിന് ഉദ്യോഗസ്ഥരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരതിനൊരു മാർഗം കണ്ടെത്തണം. ഇവിടുത്തെ ക്ഷീരോത്പാദനം അതിനൊരു മന്ത്രിയുമുണ്ട്, ചിഞ്ചുറാണി മിനിസ്റ്ററാണ് അല്ലേ. അപ്പോൾ അവരോടത് പറഞ്ഞ് ചെയ്യിച്ചെടുക്കണം. എനിക്ക് കത്ത് തന്നാൽ ഞാൻ ഉറപ്പായിട്ടും വളരെ ശക്തമായി അപേക്ഷിച്ചുകൊണ്ട് ഒരു കത്ത് എനിക്ക് അയക്കാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതേ പറ്റും. അടുത്ത മെയ് കഴിഞ്ഞ് അതിനേക്കാൾ ബെറ്റർ അവസ്ഥ ഞങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മതി. കാരണം നിങ്ങൾ ഞാൻ 5 വർഷം കൂടുമ്പോൾ ശ്രമിച്ചല്ലോ, നടക്കാത്ത കാര്യങ്ങളെല്ലാം കൂടി ഞങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു 5 വർഷം ഇരുത്തും. ഞാൻ ഉറപ്പ് തരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ച് നിർത്തി വീട്ടിൽ പോകും. വേറെ ഒരിടത്തും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഭാരതീയ ജനതാ പാർട്ടി അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു. അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ മുന്തിയ നേതാക്കൾ എല്ലാവരെയും ഞാൻ പറഞ്ഞില്ല. ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ണാതെയും ഉറങ്ങാതെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 100 പേരെ എനിക്കറിയാം. അതിൽ കൂടുതലുണ്ടാവും. ആ 100 പേരെ എനിക്കറിയാം. അവരോടുള്ള സ്നേഹമാണ് ഈ പാർട്ടിയോടുള്ള എൻ്റെ സ്നേഹം. ഇല്ലാന്ന് വെച്ചാൽ ഒന്നുമില്ല, വീട്ടിൽ പോകും. കത്തെന്തായാലും ലിജനെ ഏൽപ്പിച്ചോളൂ, അതെൻ്റെ ഓഫീസിൽ എത്തിക്കണം. ഇന്ന് ഈ ഔട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് എൻ്റെ സ്റ്റാഫ് വന്നൂടാ, അതുകൊണ്ട് വരാത്തത്. ഇവിടുന്ന് അവരടുത്ത് എത്തിച്ചാൽ കേട്ടോ. അതിന് ഞാൻ പോകുന്ന ജില്ലയിലെല്ലാം ഓരോ മണ്ഡലത്തിലും അവിടുത്തെ ജില്ലാ പ്രസിഡന്റും, ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് സ്റ്റേറ്റിൽ 30 ജില്ലാ പ്രസിഡന്റുമാരുള്ളത്. മൊത്തം 30ആണ്. മിക്ക ഇടങ്ങളിൽ ഈ 14ന് 30ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. മിക്ക ജില്ലകളിലും 1 എന്നുള്ളത് 3 ആയിട്ടുണ്ട്, ചിലയിടത്ത് 1 എന്നുള്ളത് 2 ആയിട്ടുണ്ട്. അത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, ആക്സസിബിലിറ്റി, നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണവും ദൂരവും ലഘൂകരിക്കുക, അവർക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിനും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വാഗ്ദാനങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ നിവേദനങ്ങൾ കേൾക്കുകയും വാഗ്ദാനം തരികയും ആ വാഗ്ദാനം പാലിക്കുന്നതിനും വേണ്ടിയുള്ള എളുപ്പമാർഗത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം 30 പേരാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനത്തിന് വേണ്ടി ശ്രീ JP നഡ്ഡ കേരളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. എൻ്റെ വാർഡിൽ ഒരു അംഗൻവാടി
വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു വ്യക്തി 5 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടു തന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അംഗൻവാടി പണിയുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നു. എനിക്ക് ഈ സംവിധാനത്തിൻ്റെ ചില കുഴപ്പം, അത് കേന്ദ്രത്തിനും ഉണ്ടായ കുഴപ്പം. പാർലമെന്റ് നിഷ്കർഷിക്കുന്നത് എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ പോലും പറ്റില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമേ എനിക്ക് MP ലാഡ്സ് ഫണ്ടിൽ നിന്ന് ഇത് കൊടുക്കാൻ പറ്റൂ. ഞാനവിടെ എനിക്ക് തോന്നുന്നു ഒരു 2 അറിയോ വിഷ്ണു, ഡേറ്റ് അറിയോ? എൻ്റെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എളുപ്പമാണ് എനിക്കത് ഇവിടെ പങ്കുവയ്ക്കാം. എനിക്ക് തോന്നുന്നത് 20 ലക്ഷം 27 ലക്ഷം അങ്ങനെ ഒരു 1.5 കോടിക്ക് മേലെ അംഗൻവാടികൾക്ക് മാത്രം കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഇവിടുത്തെ ഫ്രാൻസിസ് ജോർജ് സാറല്ലേ നിങ്ങളുടെ MP? ഞാൻ അദ്ദേഹത്തോട് ഇത് സൂചിപ്പിക്കാം. എനിക്ക് അതിൻ്റെ അപേക്ഷ എന്നാണ്. അദ്ദേഹം നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിന് മറ്റവരുടെ തരമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കും. താങ്ക് യു.